ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ കോരപ്പുഴ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്ക് മുഴുവനായും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾക്കൊപ്പം മാമ്പുഴ പാലത്തിൻ്റെ അവിടുത്തെയും അറപ്പുഴ പിന്നെ ടോൾ പാസ് അവിടുത്തെയും ഒക്കെ പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക, കൂടെ ലൈക്കും നൽകുക. കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും വലിയ പുഴപ്പാലം ഗർഡർ ലോഞ്ചിങ്ങിനും ഷട്ടറിങ്ങിൻ്റെ വർക്കിനും ശേഷം കോൺക്രീറ്റ് വർക്കും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആകെ 15 തൂണുകളിൽ 70ഓളം ഗർഡറുകളാണ് ഈ പാലത്തിൽ ആകെ ലോഞ്ച് ചെയ്തിരുന്നത്. 3 പില്ലറുകൾക്കിടയിലെ ചെറിയ ഭാഗം നേരത്തെ കോൺക്രീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ മുഴുവനായും കോൺക്രീറ്റ് വർക്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇവിടെ പാലത്തിൻ്റെ മേലെ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. കുറച്ച് കാലം നല്ലോണം നനയ്ക്കണം. കൊടും വേനൽ ആയതുകൊണ്ട് തന്നെ 4 നേരമൊക്കെയാണ് ഇവിടെ നനയ്ക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ മാസ്റ്റിക് പാഡ് വിരിച്ച് ടാറിങ്ങിൻ്റെ വർക്കൊക്കെ അധികം വൈകാതെ തന്നെ നടക്കും. പിന്നെ ഷട്ടറിങ്ങിൻ്റെ വർക്ക് തീർത്ത് പാലം അടുത്ത മാസം പകുതിക്ക് മുന്നേ തന്നെ തുറന്നു കൊടുക്കാനാണ് ചാൻസ്. ക്രാഷ് ബാരിയറുടെ വർക്കൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നത് ഉടൻ തുടങ്ങും. കോരപ്പുഴയിൽ 3ാമത്തെ പാലത്തിൻ്റെ വർക്കും നടന്ന് കൊണ്ടിരിക്കുകയാണ്. പൈലിങ്ങിൻ്റെ വർക്കുകൾ നേരത്തെ അവസാനിച്ച ഇവിടെ പില്ലറുകളുടെ വർക്കാണ് നടന്ന് കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് നടന്ന് വരികയാണ്. അറപ്പുഴ പാലത്തിലേക്ക് വന്നാൽ അറപ്പുഴ പാലത്തിൻ്റെ ഷട്ടറിങ്ങിൻ്റെ വർക്കൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും കാത്തിരിക്കുന്ന അറപ്പുഴയിലെ ഈ ഒരു പുതിയ പാലം വാഹനങ്ങൾക്കായി തുറന്ന് കൊടുത്തേക്കും. മാമ്പുഴയിലേക്ക് എത്തുമ്പോൾ മാമ്പുഴയിലെ 3ാമത്തെ പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ് അതിവേഗം നടന്നു വരികയാണ്. 2 വരി പാലമാണ് കേട്ടോ ഇവിടെ വരിക. 4 ഗർഡറുകളാണ് പാലത്തിൻ്റെ വീതിയിൽ വരുന്നത്.
പൊതുവെ ഒരു 3 വരി പാലത്തിൻ്റെ മൊത്തത്തിൽ ഒരു 5 ഗർഡറുകളാണ് വരിക. ഇവിടെ 4 ഗർഡറുകളാണ് വരുന്നത്. നടപ്പാത അടക്കം 2 വരിയായിരിക്കും ഇവിടെ. പഴയ പാലവും 2 വരി തന്നെ. അപ്പുറം തുറന്ന പുതിയ പാലം 3 വരി ആയിരിക്കും. അങ്ങനെ 7 വരി പാതയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ വർക്കൊക്കെ കഴിഞ്ഞാലേ കറക്റ്റ് ചിത്രം തെളിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 3ാമത്തെ പാലത്തിലാകെ 16 ഗർഡറുകളാണ് വേണ്ടത്. അതിൽ 10 ഗർഡറുകളുടെ ലോഞ്ചിങ് പൂർത്തിയായിട്ടുണ്ട്. ഞായറാഴ്ച ഉച്ചക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുവരെയുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. മാമ്പുഴ പാലത്തിനടുത്തുള്ള ടോൾ പ്ലാസ അവിടെയും നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി. രാമനാട്ടുകര ഭാഗത്ത് നിന്ന് തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുന്നവർക്കുള്ള ടോൾ ഗേറ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ റെസ്റ്റ് റൂമും ടോയ്ലറ്റ് സൗകര്യവും അതുപോലെ വെയിറ്റ് ബ്രിഡ്ജിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. ആ സൈഡിലും ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലും ടോൾ പ്ലാസയുണ്ട്. ഇവിടെയൊക്കെ ഇനി കോൺക്രീറ്റ് റോഡിൻ്റെ വർക്കാണ് കാര്യമായി നടക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ അതിലേക്ക് കടക്കും കാര്യങ്ങൾ. ടോൾ പ്ലാസയുടെ മേൽഭാഗത്ത് മേൽക്കൂരയൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഷീറ്റൊക്കെ ഇട്ട് തുടങ്ങി. അതുപോലെ സ്റ്റെയറൊക്കെ വെച്ച് കഴിഞ്ഞു. കേരളത്തിൻ്റെ പരമ്പരാഗത സ്റ്റൈലിലാണ് ടോൾ പ്ലാസയുടെ വർക്ക്. ലാൻഡ്മാർക്കിനടുത്തും ടോൾ പ്ലാസയുടെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് ടോൾ ബൂത്ത് ഇല്ല. തൊണ്ടയാട് ഭാഗത്ത് നിന്ന് രാമനാട്ടുകര തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ടോൾ പ്ലാസ ഒരുക്കുന്നത്. ഈ സൈഡിൽ കോൺക്രീറ്റ് റോഡിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ NH66 അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.